എറണാകുളത്തേക്ക് പോകാം. അവിടെ നിന്നും സജോ മധ്യകേരളത്തിലെ വാർത്തകളെല്ലാം പറഞ്ഞു തരും. ഗുഡ് മോർണിംഗ് സജോ. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി അല്ലേ? കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം ഭംഗിയായിട്ട് പുരോഗമിക്കുന്നു. വളരെ ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ കേൾക്കാൻ അത്ര സുഖമില്ലാത്ത വാർത്തയാണെങ്കിലും നമുക്കത് പറഞ്ഞു പോവാം. തൃശ്ശൂരിലെ നവജാത ശിശുക്കളുടെ കൊലപാതകം, അതിലിപ്പോൾ കൂടുതൽ വ്യക്തത തേടുകയാണ് പോലീസ്. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും അല്ലേ? അപ്പൊ അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് കുറച്ച് വെല്ലുവിളികളുണ്ടല്ലേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്, കാരണം ദൃക്സാക്ഷികളൊന്നും ഇല്ലാത്തൊരു കേസാണ് അല്ലേ? റോഷ്നി, കേരളത്തെ ആകെ ഞെട്ടിച്ച അതിക്രൂരമായ കൊലപാതകമാണ്. 2 കുഞ്ഞുങ്ങളെയും ജനിച്ചതിന് തൊട്ടു പിന്നാലെ കുഴിച്ചുമൂടി എന്ന വെളിപ്പെടുത്തൽ അതിലൊരു പ്രതി തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി നടത്തുകയാണ് ചെയ്തത്. അതോടുകൂടിയാണ് ഈ കൊലപാതക വിവരം യഥാർത്ഥത്തിൽ പുറം ലോകം അറിയുന്നത്. അതിന് പിന്നാലെ ഈ ഭവിൻ എന്ന പ്രതി, ഭവിനും അനീഷുമാണ് പ്രതികൾ. ഇവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകും. ഈ പ്രതികൾ നൽകിയ, അതായത് ഭവിൻ ആദ്യം നൽകിയ വെളിപ്പെടുത്തലിന്റെയും വിവരത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി. കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിശോധന നടത്തി. അവിടെ വിശദമായ പരിശോധന നടത്തുകയും ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അതിനിപ്പോൾ DNA പരിശോധനയ്ക്ക്, അതായത് ശാസ്ത്രീയ പരിശോധനാ ഫലം യഥാർത്ഥത്തിൽ വേണം. അതായത് ഈ കേസിന്റെ തുടർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലമായിരിക്കും. അത് സംബന്ധിച്ച റിപ്പോർട്ടായിരിക്കും. അങ്ങനെ DNA പരിശോധനയ്ക്ക് അയക്കും. അതിനുശേഷം ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും വിശദമായ തെളിവെടുപ്പിലേക്കും പോകണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ്. അതിൽ ഭവിനും അനീഷയും, അവർ കാമുകന്മാരാണ്. അനീഷയുമായി തെറ്റിയതിന് പിന്നാലെയാണ് ഭവിൻ ഇക്കാര്യം പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തിയത്. അതുകൂടാതെ ഫോണിൽ ചിത്രങ്ങൾ, അതായത് ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് 2 തവണയായി പ്രസവിച്ച കുഞ്ഞുങ്ങളെ വ്യത്യസ്ത സമയങ്ങളിലായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനു മുൻപ് ചിത്രങ്ങൾ പകർത്തി സൂക്ഷിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റാരുടെയെങ്കിലും സഹായം ഈ കൊലയ്ക്ക്, കുറ്റകൃത്യത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഈ വീട്ടുകാരുടെ മൊഴി എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഇവർക്ക് അല്ലാതെ കൂടുതൽ ആളുകൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന പ്രാഥമികമായ ഒരു നിഗമനമാണ്. പക്ഷേ അക്കാര്യത്തിൽ സംശയ ദൂരീകരണം വേണം. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെയുള്ള ദുരൂഹതകൾ ഇപ്പോഴും ഈ കേസിൽ അവശേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും വിവിധ കാലയളവിൽ നടന്ന കൊലപാതകമാണ്. അതിനുശേഷം നാളുകൾ പിന്നീട് അസ്ഥി സൂക്ഷിച്ചു. അത് കർമ്മം ചെയ്യാനാണെന്ന് പറയുന്നു. ഈ വെളിപ്പെടുത്തലിലേക്ക് നയിച്ച സാഹചര്യം കാമുകിയുമായി തെറ്റിയതാണെന്ന് ഭവിൻ പറയുന്നു. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിലേക്കെല്ലാം നയിച്ച സംഭവവികാസങ്ങൾ എന്താണ്? ആകെ മൊത്തം അടിമുടി ദുരൂഹതയും അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു കുറ്റകൃത്യമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്തർക്കമാണ്. അവർ വിവാഹം കഴിച്ചിട്ടില്ല, കാമുകന്മാരാണ്. ഇതിനിടെ 2 തവണ ഗർഭിണി ആകുന്നു അനീഷ. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. തൊട്ടു പിന്നാലെ തന്നെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ദൃക്സാക്ഷികളില്ല. അതേസമയം കുഴിയെടുക്കുന്നത് കണ്ടു തുടങ്ങിയ അവ്യക്തമായ ദൃക്സാക്ഷി മൊഴികൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അത് കേസിന് സഹായകരമാകുമെങ്കിൽ പോലും ശാസ്ത്രീയമായ ഒരു നിലനിൽപ്പ് എത്രത്തോളം കോടതിയിൽ ഉണ്ടാകുമെന്നത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം ഫോണിൽ ഇവ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആവാം, അതിനുശേഷം ചെയ്ത കാര്യങ്ങൾ തുടങ്ങി ശാസ്ത്രീയമായ തെളിവുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. അതിൽ പ്രാഥമിക കാര്യങ്ങളിൽ പറഞ്ഞ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നത് കേസിൽ നിർണായകമായ ഒരു മുന്നേറ്റമാണ്. ഒപ്പം ഈ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് പ്രതികൾ. അതുപോരാ, കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ഉറപ്പിക്കണം. അതിലേക്കുള്ള ഊർജിതമായ അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. റോഷ്നി, ഓക്കെ, മറ്റൊരു സംഭവം, കൊച്ചി ഷോറൂം യാർഡിലെ അപകടത്തിൽ ഈ കാറിന്റെ രേഖകൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. റോഷന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. സജോ, കഴിഞ്ഞ ദിവസമൊക്കെ മരിച്ചയാളുടെ ഭാര്യ അടക്കം നമ്മളോടത് പറയുന്നുണ്ടായിരുന്നു, ഒരു നടപടി ഉണ്ടായേ തീരൂ എന്നുള്ളത്. റോഷ്നി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കാലത്തും, അതായത് എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും സജീവമായി ലഭ്യമാകുന്ന ഈ കാലത്ത് പുതുതലമുറ കാറുകൾ ഇറക്കുന്നതിന് വൈദഗ്ധ്യമുള്ള ആളുകളെ നിയോഗിക്കുക, അതിനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നതിന് വലിയ ചിലവോ തടസ്സമോ ഉള്ള കാര്യമല്ല. പക്ഷെ നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ചില ശീലങ്ങൾ നിലവിലുണ്ട് എന്നാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു യുവാവിന് ആ കാരണം കൊണ്ട് തന്നെ ജീവൻ നഷ്ടമാകുന്നു, ഷോറൂം ജീവനക്കാരനായ റോഷന്. അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യമുണ്ട്. റേഞ്ച് റോവർ
ഫ്ലവർ കാറാണ് കൊച്ചിയിലെ യാർഡിലേക്ക് എത്തിച്ചത്. ഷോറൂം യാർഡിലേക്ക് അത് ഇറക്കുന്നതിനിടെ ആണ് ഈ അപകടം ഉണ്ടാവുകയും ആ യുവാവിന്, ആ ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. അതിൽ ആദ്യഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. അതിൽ പറയുന്നത് ഇക്കാര്യത്തിൽ പിഴവുണ്ടായി, ഈ വാഹനം ഇറക്കിയ ആൾക്ക് ഇതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല പുതുതലമുറക്കാരനെ സംബന്ധിച്ചുള്ള വ്യക്തതയും ധാരണയും ഉണ്ടായിരുന്നില്ല എന്നടക്കമാണ്. അതിൽ ഡീലേഴ്സ് അസോസിയേഷനൊക്കെ പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു അനാവശ്യമായൊരു ട്രേഡ് യൂണിയനിസം ഉണ്ട്, അതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത്. ഇക്കാര്യത്തിൽ സാങ്കേതിക സഹായം മാത്രം തേടുകയാണ് വേണ്ടിയിരുന്നത്. അത് ഈ കാര്യത്തിൽ പക്ഷെ അത് ഉണ്ടായില്ല. അതുകൊണ്ട് മാത്രമാണ് ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമായതെന്ന് ട്രേഡ് യൂണിയനുകൾ അക്കാര്യം തള്ളുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ പൊതുവെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പരിഷ്കാരം ഇതുവരെയായും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതാണ്. ഇക്കാര്യത്തിൽ റോഷന്റെ കുടുംബം അടക്കം പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ അംഗം വിളിച്ചതനുസരിച്ചാണ് ആ സമയത്ത് പോകുന്നത്. അങ്ങനെ വാഹനം യാർഡിലേക്ക് ഇറക്കുന്നു. ആ ഘട്ടത്തിൽ നിയന്ത്രണം വിട്ട് ചെറുപ്പക്കാരനെ, യുവാവിനെ, ഷോറൂം ജീവനക്കാരനായ റോഷനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഷോറൂം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കൈമാറി, കാറിന്റെ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിൽ മാനുഷിക പിഴവുണ്ടായി എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുള്ളതാണ്. തുടർ നടപടികൾ എന്താവും എന്ന കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇന്നോ നാളെയോ തീരുമാനമെടുത്തേക്കും എന്നതാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ജീവനെങ്കിലും നഷ്ടമായി, ഇതിൽ നിന്നെങ്കിലും പാഠം പഠിക്കണം. ഇത്തരം കാര്യങ്ങളിൽ പരമാവധി അപകടം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ, നടപടികൾ, തീരുമാനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഏതെല്ലാം രംഗത്ത് ഇത്തരത്തിൽ അപകടം പരമാവധി കുറച്ചുകൊണ്ടുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ടുള്ള കാർ ഇറക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, അത് എല്ലാ രംഗത്തും അത് നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കാൻ കഴിയും എന്നതിന് ഇതെങ്കിലും ഒരു കാരണമായി തീരട്ടെ. ഒരു സാധാരണ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് നടപടികളും തീരുമാനങ്ങളും ഒക്കെ വരുന്നത്. ഇനിയും അതിനുവേണ്ടി കാത്തിരിക്കണമെന്നൊരു ചോദ്യമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടമായി. ഇനിയും ഇക്കാര്യത്തിൽ കൃത്യമായ നടപടിക്രമങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ച് ഇത്തരം ലോഡ് ഇറക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും സുരക്ഷ ഉറപ്പാക്കുക എന്നതിൽ ഒരു വിട്ടുവീഴ്ചയുടെയും ആവശ്യം യഥാർത്ഥത്തിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്തും പാടുള്ളതല്ല. ഒരു ജീവൻ നഷ്ടമായി, ഇനിയെങ്കിലും അക്കാര്യത്തിൽ മാറ്റം വേണം. അതിൻ്റെ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ. ഈ വിവാദങ്ങളുണ്ട്, കുടുംബത്തിൻ്റെ പരാതിയുണ്ട്, കേസുണ്ട് നിലവിൽ തന്നെയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോകുന്നത്. റോഷൻ. ഓക്കെ, സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്.